ഹായ് എവരിവൺ, നമ്മുടെ ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യുന്നത് കഴിഞ്ഞ വീഡിയോ ചെയ്തതിൻ്റെ തുടർച്ചയാണ്. അതായത് ഇൻഡിസൈൻ്റെ പാർട്ട് 1 ആണ് നമ്മൾ ചെയ്തിരുന്നത്. ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് പാർട്ട് 2 ആണ്. അപ്പോൾ അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ടൂൾസാണ്. കാര്യം കഴിഞ്ഞ വീഡിയോ നമ്മൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നിരുന്നു, ബേസിക് കാര്യങ്ങൾ. ഈ വീഡിയോ ടൂൾസ് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ അടുത്ത ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരാൻ നിങ്ങൾക്ക് കുറച്ചുകൂടെ എളുപ്പമാകത്തുള്ളൂ. അതുകൊണ്ട് നമുക്ക് ടൂൾസിലേക്ക് കിടക്കാം. ആ ടൂൾസിൽ ആദ്യം നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് സെലക്ഷൻ ടൂളാണ്. സെലക്ഷൻ ടൂളിൻ്റെ ഷോർട്ട് കട്ട് വരുന്നത് V ആണ്. അപ്പോൾ എസ്കേപ്പ് യൂസ് ചെയ്ത ശേഷം നമുക്ക് ആ ടൂൾ യൂസ് ചെയ്യാവുന്നതാണ്. സെലക്ഷൻ ടൂൾ എന്ന് പറയുമ്പോൾ സെയിം ഇലിസ്ട്രേറ്ററിനകത്ത് എന്താണോ നമ്മൾ ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെയാണ് ഇവിടെയും വരുന്നത്. ഇതിനകത്ത് എന്തൊക്കെ സാധനങ്ങൾ കിടപ്പുണ്ടോ, അതായത് ടെക്സ്റ്റ് ഫ്രെയിം, ഗ്രാഫിക് ഫ്രെയിം, ഇമേജുകൾ അല്ലെ ഷേപ്പുകൾ, ഇതിനെയൊക്കെ മൂവ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനുമാണ് ഇത് ഉപയോഗിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാമ്പിൾ പറഞ്ഞാൽ ഞാനിപ്പോൾ ഒരു എലിപ്സ് ഇപ്പോൾ ഇവിടെ വരച്ച് വെച്ചിരിക്കുകയാണ്, ഒരു കളറും കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഇതിനെ എനിക്ക് എഡിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാം, വലിപ്പം കൂട്ടാം, വലിപ്പം കുറയ്ക്കാം, അതുപോലെ തന്നെ എന്ത് ചെയ്യാം, വീതി അങ്ങനെയുള്ള കാര്യങ്ങൾ കൂട്ടാം. റൊട്ടേഷൻ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാം, ആരോ മാർക്ക് വരുമ്പോൾ റൊട്ടേഷൻ ചെയ്യാം, മൂവ് ചെയ്യാം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ സെലക്ട് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഏതിന് പറ്റുന്നത്, സെലക്ഷൻ ടൂളിനകത്ത് പറ്റുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഇതിനെ ഡിലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഒരു കാര്യം, അടുത്ത ടൂളിലൂടെ നമുക്ക് നോക്കാം. ഡയറക്റ്റ് സെലക്ഷൻ ടൂളിലൂടെ നമുക്ക് നോക്കാം. ഡയറക്റ്റ് സെലക്ഷൻ എടുക്കുമ്പോൾ അതിൻ്റെ ഷോർട്ട് കട്ട് വരുന്ന A ആണ്. ഇതെന്ന് പറഞ്ഞാൽ ആങ്കർ പോയിൻറ്റുകൾ. ആങ്കർ പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണിക്കുന്ന ഈ നീല പോയിൻറ്റുകളെയാണ് ആങ്കർ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ. ഈ പോയിൻറ്റുകളെ എഡിറ്റ് ചെയ്യാനാണ് ഇത് ഉപയോഗിക്കുന്നത്. എഡിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ പോയിൻറ്റിനെ ഒരു വട്ടം ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഞാൻ എന്ത് ചെയ്യുന്നു, ഇതിനെ ഒന്ന് മാറ്റുന്നു. അപ്പോൾ ആ പോയിൻറ്റ് സെലക്ട് ആയിട്ടില്ല. ആ പോയിൻറ്റ് സെലക്ഷൻ ചെയ്യുമ്പോൾ ഒരു വട്ടം ക്ലിക്ക് ചെയ്യുമ്പോൾ അത് ബ്ലൂ ആയ ശേഷം ബാക്കിയുള്ളതെല്ലാം വൈറ്റ് ആയെന്ന് നോക്കണം. ഇവിടെ വൈറ്റ് ആയിട്ടില്ല. അപ്പോൾ അതിനെ ഒന്നുകൂടെ ഞാൻ സെലക്ഷൻ ചെയ്യാനായിട്ട് ഡ്രാഗ് ചെയ്ത് ഇങ്ങനെ ഞാൻ സെലക്ഷൻ ചെയ്യുന്നു. ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു, ഡ്രാഗ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ എല്ലാം വൈറ്റ് ആണ് കാണിക്കുന്നത് ഈ പോയിൻറ്റ്. ബാക്കിയുള്ളതെല്ലാം ഇത് മാത്രം ബ്ലൂ ആണ് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിനെ ഇങ്ങനെ എഡിറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, 2 പോയിൻ്റാണ് എനിക്ക് സെലക്ഷൻ ചെയ്യേണ്ടതെങ്കിൽ ഇങ്ങനെ എനിക്ക് എന്ത് ചെയ്യാം, ഈ 2 പോയിൻ്റാണ് ഇങ്ങനെ ഡ്രാഗ് ചെയ്യാം. അപ്പോൾ ആ 2 പോയിൻ്റ് മാത്രം സെലക്ഷൻ ആകും, അതിനെ ഇങ്ങനെ എഡിറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഡയറക്റ്റ് സെലക്ഷൻ്റെ പ്രത്യേകത തന്നെ എഡിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇതിനകത്ത് ആങ്കർ പോയിൻറ്റുകളെ എഡിറ്റ് ചെയ്യാനാണ് ഇത് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഇൻസൈഡ് പിക്ചർ ബോക്സിനകത്തോ അല്ലെങ്കിൽ ഒരു ഫ്രെയിമിനകത്തോ കിടക്കുകയാണെങ്കിൽ അതിനെയൊക്കെ മൂവ് ചെയ്യാനും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിനെ ഞാൻ എന്ത് ചെയ്യുന്നു, ഡിലീറ്റ് ചെയ്യുന്നു. അതേപോലെ തന്നെ മറ്റൊരു കാര്യം, ഇപ്പോൾ ഇതിനകത്ത് റെക്റ്റാങ്കിളാണ് വരച്ചിരിക്കുന്നതെങ്കിൽ, റെക്റ്റാങ്കിൾ ഷേപ്പാണ് വരച്ചിരുന്നതെങ്കിൽ, നമ്മൾ ഈ ഇലിസ്ട്രേറ്ററിനകത്ത് നമ്മൾ ഡയറക്റ്റ് സെലക്ഷൻ ടൂൾ ഉപയോഗിക്കുമ്പോൾ ഇവിടെ ഒരു കോർണറിലൊരു നമുക്ക് എന്ത് ചെയ്യാം, റൗണ്ട് റെക്റ്റാങ്കിൾ ആക്കാൻ ഇവിടെ നിന്ന് ഇങ്ങനെ വലിച്ചു കൊടുത്താൽ മാത്രം മതിയാകും. അങ്ങനെ ഒരു ഓപ്ഷൻ ഇലിസ്ട്രേറ്ററിനകത്തുണ്ട്. എന്നാൽ ഇവിടെ അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഇതിനെ സെലക്ഷൻ ചെയ്ത ശേഷം ഇവിടെ ഇത് കണ്ടോ, ഈ ഒരു ആരോ മാർക്ക് ചെന്ന ശേഷം നമുക്ക് റൗണ്ടഡ് ആക്കിയിട്ട് അതിൻ്റെ എന്ത് ചെയ്യണം, അളവ് നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഇവിടെ റൗണ്ട് റെക്റ്റാങ്കിൾ ആവുകയുള്ളൂ. അല്ലാതെ ആക്കാനായിട്ടുള്ള എളുപ്പ വഴി ഇവിടെ ഇല്ല. ഓക്കെ, അതാണ് അത് ഇതായിട്ടുള്ള ഇലിസ്ട്രേറ്ററായിട്ടുള്ള കമ്പയറിങ് വരുമ്പോൾ. ഇലിസ്ട്രേറ്ററിനകത്ത് കുറച്ചുകൂടി ഡയറക്റ്റ് സെലക്ഷൻ കുറച്ചുകൂടെ യൂസ് ഉണ്ട്. പക്ഷേ ഇവിടെ വരുമ്പോൾ ആങ്കർ പോയിൻറ്റുകൾ എഡിറ്റ് ചെയ്യുക എന്നുള്ളതാണ് മെയിനായിട്ട് ഇവിടെ ഉപയോഗം വരുന്നത്. അപ്പോൾ അടുത്ത വരുന്നത് പേജ് ടൂൾ ആണ്. പേജ് ടൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡിവിജ്വൽ പേജുകളെ നമ്മൾ എന്ത് ചെയ്യുന്നു, എഡിറ്റ് ചെയ്യാനായിട്ട്. എഡിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ സൈസ് മാറ്റുകയോ, ഇവിടുന്ന് വേണമെങ്കിൽ ലെറ്റർ മാറ്റിയ ശേഷം ഞാൻ A4 ഷീറ്റ് ആക്കുകയാണ്. A4 ഷീറ്റ് ആക്കുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ ലാൻഡ്സ്കേപ്പ് മാറ്റി പോർട്രേറ്റ് ആക്കണേ, അങ്ങനെ ആക്കാം. അപ്പോൾ ഈ പേജ് മാത്രമേ മാറിയിട്ടുള്ളൂ. ഞാൻ എന്ത് ചെയ്യുന്നു, ഒന്ന് സൂം ഔട്ട് ചെയ്ത് കാണിക്കാം. 2 പേജ് ഇട്ടിട്ടാണ് ഞാൻ ഡോക്യുമെൻറ്റ് ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ ഈ ഒരു പേജ് മാത്രം മാറി, ഈ ഒരു പേജ് ആയിട്ടില്ല. അപ്പോൾ ഈ പേജിനെ ഷിഫ്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, നമുക്ക് വേണമെങ്കിൽ അതിനെ ക്ലിക്ക് ചെയ്ത ശേഷം ഇങ്ങനെ മാറ്റി പഴയ പോലെ തന്നെ എന്ത് ചെയ്യുക, A3 അങ്ങനെയൊക്കെ ആക്കി കൊടുക്കണേ, അങ്ങനെ ലാൻഡ്സ്കേപ്പിലാക്കണേ, ലാൻഡ്സ്കേപ്പിലാക്കി കൊടുക്കാം, പോർട്രേറ്റ് ആക്കണേ, അങ്ങനെ ആക്കി കൊടുക്കാം എന്നൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത ശേഷം, അതായത് ഒരുപാട് പേജുകളുണ്ടെങ്കിൽ പെട്ടെന്ന് ആ പേജിനെ ഒരു പേജിനെ എഡിറ്റ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാവുന്ന ഒരു ടൂളാണ് പേജ് ടൂൾ. അടുത്ത ടൂൾ വരുന്നത് ഗ്യാപ്പ് ടൂളാണ്. ഗ്യാപ്പ് ടൂൾ വരാൻ നേരം ഇതിനിടയിലുള്ള ഗ്യാപ്പുകൾ, അതായത് ഇതിനകത്ത് കിടക്കുന്ന ഒബ്ജക്റ്റുകൾ, അത് ടെക്സ്റ്റ് ഫ്രെയിം ആയിക്കോട്ടെ, ഇമേജ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഷേപ്പുകളായിക്കോട്ടെ, അതിനെയൊക്കെ തന്നെ നമുക്ക് എഡിറ്റ് ചെയ്യാൻ വേണ്ടി. എക്സാമ്പിൾ പറഞ്ഞാൽ ഞാൻ 2 ഷേപ്പ് ഞാൻ വരച്ചിരിക്കുകയാണ് ഇവിടെ. അപ്പോൾ രണ്ടാമത്തെ ഷേപ്പിന് ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു കളർ കൊടുത്ത് വെച്ചേക്കുന്നു. അപ്പോൾ ഇങ്ങനെ വരച്ചിട്ട ശേഷം ഞാനിവിടെ ഗ്യാപ്പ് ടൂൾ എടുക്കുന്നു. ഇതിനിടയിലുള്ള പേജിനിടയിലുള്ള ഗ്യാപ്പാണെങ്കിൽ ഇങ്ങനെ എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, കണ്ടോ. അപ്പോൾ ഇതിൻ്റെ ഗ്യാപ്പും കറക്റ്റ് അല്ല. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ വേണം, ഇങ്ങനെ റെഡിയാക്കി കൊടുക്കുക. അപ്പോൾ ഇവിടെ ഒരു പിങ്ക് ലൈൻ കാണിക്കും. അതായത് സ്മാർട്ട് ഗൈഡ് എന്നാണ് വേണേൽ പറയുന്നത്. സ്നാപ്പ് ചെയ്യുക എന്നതിന് പറയുക. അപ്പോൾ ആ ഗൈഡ് കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ അത് കറക്റ്റ് ലെവൽ കാണിക്കുന്നതിനാണ് അത് കാണിച്ചു തരുന്നത്. കറക്റ്റ് ആണോ അല്ലയോ എന്നുള്ളത് കാണിക്കുക. അതുപോലെ തന്നെ ഈ ഒബ്ജക്റ്റുകൾക്കിടയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഗ്യാപ്പുകൾ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കും. അപ്പോൾ ഇതൊക്കെ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രോഷറുകൾ, ബുക്കുകളും ഒക്കെ ചെയ്യാൻ നേരം കറക്റ്റ് ലെവലിൽ കിടക്കാൻ നേരം ഒരു ടെസ്റ്റോ കാര്യങ്ങളോ ഒക്കെ മുകളിലൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് അതിൻ്റെ ലെവലിലാണോ ഇത് കിടക്കുന്നത്, ഇല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പെട്ടെന്ന് മാറ്റണമെങ്കിൽ നമ്മൾ സ്കെയിൽ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് എന്ത് ചെയ്യും, ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെയ്തെടുക്കാവുന്നതാണ്. ഇമേജുകൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, സ്ട്രെച്ച് ആകാതെയൊക്കെ നോക്കുക. അപ്പോൾ അതിന് വേണ്ടിയൊക്കെയാണ് ഗ്യാപ്പ് ടൂൾ യൂസ് ചെയ്യുന്നത്.
അടുത്ത ടൂൾ വരുന്നത് കണ്ടൻറ്റ് കളക്ടർ ടൂളാണ്. കണ്ടൻറ്റ് കളക്ടർ എന്ന് വെച്ചാൽ ഇതിനകത്ത് കിടക്കുന്ന ഈ എൻ്റെയർ ബോർഡിനകത്ത് വർക്ക് ബോർഡിനകത്ത് കിടക്കുന്ന എന്തൊക്കെയുണ്ടോ അതിനെയൊക്കെ നമുക്ക് കളക്ട് ചെയ്യാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെസ്റ്റ് ഫ്രെയിം, ഷേപ്പുകൾ, ഇമേജുകൾ, ഇതിനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, കളക്ട് ചെയ്യാനായിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. ഞാൻ എക്സാമ്പിളിന് ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു ഇമേജും കൂടെ ഞാനിവിടെ കയറ്റുകയാണ്. ഫയൽ പ്ലേസ് കൊടുക്കുന്നു, ഒരു ഇമേജ് കൂടെ വെക്കുന്നു, ഒരു ടെസ്റ്റ് കൂടെ വെക്കാം. ചുമ്മാ എന്തെങ്കിലും ടെസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ അതിനെ ഞാൻ കുറച്ച് വലിപ്പം കൂട്ടിയിട്ടേക്കാം. ഓക്കെ, അത് ഇത്രയും കാര്യങ്ങൾ ഞാൻ എന്ത് ചെയ്യുന്നു, കളക്ട് ചെയ്യാനായിട്ട് കളക്ടർ ടൂൾ എടുക്കുന്നു. 1 2 3 4. അപ്പോൾ ഇതെല്ലാം കളക്റ്റായി. കളക്റ്റ് ആയതെല്ലാം ഇവിടെ നമുക്ക് കാണാവുന്നതാണ്. ഇതെന്തിനാണെന്ന് വെച്ചാൽ വീണ്ടും റീയൂസ് ചെയ്യാൻ. അത് ഇതിൻ്റെ അടുത്ത പേജിലായിക്കോട്ടെ, ഇപ്പോൾ താഴെ ഇവിടെ പേജ് കിടപ്പുണ്ട്, അവിടെ വേണമെങ്കിൽ നമുക്ക് റീയൂസ് ചെയ്യാം. അതല്ല പുതിയ ഡോക്യുമെൻറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ അവിടെയും യൂസ് ചെയ്യാം. അപ്പോൾ ഇതെന്ത് കളക്റ്റായി കിടക്കും, നമുക്ക് വേറൊരു പേജിനകത്തോട്ട് ഉപയോഗിക്കാൻ വേണ്ടിയൊക്കെ എന്ത് ചെയ്യും, അത് ഇവിടെ കാണുന്നതായിരിക്കും. അപ്പോൾ എന്താണ്, മറ്റേ പേജ് ഇവിടെ കിടപ്പുണ്ട്, രണ്ടാമത്തെ പേജാണ് ഇവിടെ എടുത്തേക്കുന്നത്. ആ പേജിനകത്തോട്ട് പ്ലേസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാം, കണ്ടൻറ്റ് പ്ലേസ് ടൂൾ ഉപയോഗിച്ച ശേഷം എന്ത് ചെയ്യാം, ഓരോന്നും അതായത് പ്ലേസ് ചെയ്യുക. ഒരു വട്ടം ക്ലിക്ക് ചെയ്യുന്നു, അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, അതിൻ്റെ ഒറിജിനൽ ഷേപ്പ് തന്നെ കാണിക്കുന്നതായിരിക്കും. അതല്ല ഡ്രാഗ് ചെയ്യണം, അതിനനുസരിച്ചായിരിക്കും ഇത് വരുന്നത്. അതുപോലെ തന്നെ ഇത് ഉപയോഗിക്കുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ബ്രോഷറുകളോ അല്ലെങ്കിൽ ഇപ്പോൾ ഈ പാറ്റേണുകളോ ഒക്കെ നമുക്ക് സ്ഥിരം പാറ്റേണുകളൊക്കെ വരികയാണെങ്കിൽ ഒരു ബ്രോഷറിനകത്ത് അല്ലെങ്കിൽ ഒരു പേജിനകത്ത് ഒരു മാഗസീൻസിനകത്തൊക്കെ സ്ഥിരം പാറ്റേണുകൾ നമുക്ക് വീണ്ടും യൂസ് ചെയ്യണമെങ്കിൽ നമുക്കത് കളക്ട് ചെയ്ത് വെക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ ലോഗോ കമ്പനിയുടെ, അല്ലെങ്കിൽ ഈ നമ്പറുകൾ, വാട്സപ്പിൻ്റെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഐക്കൺസുകൾ, ഇങ്ങനെയൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് കളക്ട് ചെയ്ത് വെച്ചാൽ വീണ്ടും അടുത്ത പേജിനകത്ത് അത് വരുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ജസ്റ്റ് കളക്ട് ചെയ്യുക, പ്ലേസ് ചെയ്യുക. അങ്ങനെയുള്ള കാര്യത്തിനൊക്കെ ഇത് ഉപയോഗിക്കാൻ എളുപ്പമായിരിക്കും. അതിനാണ് കണ്ടൻറ്റ് കളക്ടറും കണ്ടൻറ്റ് പ്ലേസറും വരുന്നത്. അതിൻ്റെ ഷോർട്ട് കട്ട് വരുന്നത് B ആണ്. അടുത്ത വരുന്ന ടൂളാണ് ടൈപ്പ് ടൂള്. ടൈപ്പ് ടൂൾ ഉപയോഗിക്കാനായിട്ട് ഞാനത് ഡിലീറ്റ് ചെയ്യുന്നു. ടെസ്റ്റ് എടുക്കാൻ നേരം സാധാരണ ടൈപ്പ് ടൂൾ ഉപയോഗിക്കാൻ നേരം എല്ലാത്തിനകത്തും നമുക്ക് ഫ്രെയിം ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം കൊടുത്താൽ മതി. പക്ഷേ ഇവിടെ നമുക്ക് ഫ്രെയിം വരച്ച് കൊടുക്കണം. അതിന് പറയുന്നതാണ് ടെസ്റ്റ് ഫ്രെയിം. അതിനായിട്ട് T എടുത്ത ശേഷം ഡ്രാഗ് ചെയ്യുക. ഡ്രാഗ് ചെയ്തിട്ട് എന്താ ചെയ്യുക, ആ ഫ്രെയിമായി. അതിനുശേഷം നിങ്ങൾക്ക് ആവശ്യമുള്ളത് ടൈപ്പ് ചെയ്യാം. ഈ ടൈപ്പ് ചെയ്ത ശേഷം ഇതിനെ സെലക്ഷൻ ചെയ്യണം. സെലക്ഷൻ ചെയ്യാനായിട്ട് Ctrl A കൊടുക്കാം, കർസർ അവിടെ നിൽക്കുകയാണെങ്കിൽ. അല്ലെങ്കിൽ ഡയറക്റ്റ് സെലക്ഷൻ എടുത്തിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്ത് കൊടുത്താലും മതിയാകും. അതിനുശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ പ്രോപ്പർട്ടീസ് ഇവിടെ കാണാവുന്നതാണ്. ഫോണ്ടും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഏത് ഫോണ്ടാണോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് അതൊക്കെ നിങ്ങൾക്ക് വേണേൽ സെലക്ട് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ വലിപ്പം മാറ്റണമെങ്കിൽ വലിപ്പം മാറ്റി കൊടുക്കാം. ബാക്കിയെല്ലാം പഴയതുപോലെ തന്നെ വേർഡിനകത്തും അല്ലെങ്കിൽ ഇലിസ്ട്രേറ്ററിനകത്തും ഒക്കെ നമ്മൾ പഠിക്കുന്ന പോലെ സെയിം അതുപോലെ തന്നെ പല ഓപ്ഷനുകളുണ്ട്. ലീഡിങ്, കേണിങ്, അല്ലെങ്കിൽ ക്യാപ്സ് ലോക്ക് ആക്കണോ, അല്ലെങ്കിൽ സൂപ്പർ സ്ക്രിപ്റ്റ്, സബ്സ്ക്രിപ്റ്റ്, അണ്ടർലൈനുകൾ, അങ്ങനെയുള്ള എല്ലാ ഹൈറ്റും വിഡ്ത്തും വേണ്ട കളറുകളൊക്കെ മാറ്റണമെങ്കിൽ ഇവിടുന്ന് വേണമെങ്കിൽ കളറ് നമുക്ക് പിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ കളർ മാറി, അത് പക്ഷേ സെലക്ഷനായി കിടക്കുന്നതുകൊണ്ടാണ് കാണാൻ പറ്റാത്തത്. സെലക്ഷൻ ആക്കിയ ശേഷമേ കളർ കൊടുക്കാവൂ, അല്ലെങ്കിൽ ഫ്രെയിമിനകത്തായിരിക്കും വരുന്നത്. അപ്പോൾ ഇതിനേക്കാൾ കൂടുതൽ കളറുകൾ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, വിൻഡോയ്ക്കകത്തുനിന്ന് കളർ എന്നുള്ള ഓപ്ഷൻ F6 ആണ് അതിൻ്റെ ഷോർട്ട് കട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനൊരു കളറിൻ്റെ ഒരു പാനൽ ഇവിടെ വരും. അപ്പോൾ ഇവിടെ ഇങ്ങനെയാണ് കാണിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മോർ ഓപ്ഷനകത്ത് പോയ ശേഷം ഇവിടുന്ന് നിങ്ങളുടെ ഉപയോഗം എന്താണ്, RGB ആണോ CMYK ആണോ നോക്കുക. അപ്പോൾ RGB ആണ് ഉപയോഗമെങ്കിൽ, പ്രിൻ്റ് ആണ് ഉപയോഗമെങ്കിൽ CMYK കൊടുക്കുക. CMYK എടുത്ത ശേഷം എന്ത് ചെയ്യുക, കളർ ഏതാണെന്ന് വെച്ചാൽ പിക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. കളർ പിക്ക് ചെയ്ത് കൊടുത്ത ശേഷം എന്ത് ചെയ്യുക, സെലക്ഷൻ ടൂൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ കളർ കാണാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിനകത്ത് വെളിയിൽ നിൽക്കുന്നതാണെങ്കിൽ, എക്സാമ്പിൾ പറഞ്ഞാൽ ഞാനിപ്പോൾ ഇവിടെ ടൈപ്പ് ചെയ്യുന്ന കാര്യം വെളിയിൽ പോയിട്ടുണ്ടെങ്കിൽ, ഞാനിപ്പോൾ ഒരുപാട് ടൈപ്പ് ചെയ്യുവാണ്, ടൈപ്പ് ചെയ്ത കാര്യം എന്ത് ചെയ്യുന്നു, കുറേ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യുന്നു, വെളിയിൽ പോകാൻ നേരം ഇവിടെ റെഡ് ഒരു സിമ്പിൾ കാണിക്കുന്നതായിരിക്കും, ഒരു പ്ലസ് പോലെ. അപ്പോൾ അതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അതിൽ കവിഞ്ഞു പോകുന്നതാണ്. ടെസ്റ്റ് ഫ്രെയിമിനേക്കാളും കൂടുതലുണ്ട് അതിനകത്ത് കാണിക്കുന്ന കണ്ടൻറ്റ്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, സെലക്ഷൻ ടൂൾ എടുത്ത ശേഷം ആ കണ്ടൻറ്റിനെ എടുക്കാനായിട്ട് ഈ പ്ലസ്സിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ വെളിയിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ബാക്കിയുള്ള കണ്ടൻറ്റ് ഇവിടെ കാണിക്കുന്നതായിരിക്കും. അതല്ല എങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് ആ ഫ്രെയിമിനകത്ത് തന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിന് കർസർ ഒന്ന് കൊടുത്ത ശേഷം Ctrl A കൊടുത്ത് ഫുള്ള് സെലക്ഷൻ ചെയ്യുക. Ctrl A കൊടുത്ത് സെലക്ഷൻ ചെയ്യുക. അപ്പോൾ അതിനകത്ത് എന്തൊക്കെ കിടപ്പുണ്ട് അതെല്ലാം വരുന്നതായിരിക്കും. അതിനുശേഷം എന്ത് ചെയ്യുക, അളവ് കുറച്ച് കൊടുത്താലും മതിയാകും. അങ്ങനെ എടുത്തും നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്. ഇതെല്ലാം കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ഇത് ഫ്രെയിമും കാര്യങ്ങളും എല്ലാം വലിപ്പം എല്ലാം കറക്റ്റാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ആ ഫ്രെയിമിനെ നിങ്ങൾക്ക് റെഡിയാക്കി കൊടുക്കാവുന്നതാണ്, അളവ് കറക്റ്റാക്കി കൊടുക്കാവുന്നതാണ്. അതല്ല എങ്കിൽ നിങ്ങൾക്ക് ഒരേപോലെ തന്നെ ആ ഫ്രെയിമും ടെസ്റ്റും ഒക്കെ വലുതാകണമെങ്കിൽ Ctrl-Shift ഹോൾഡ് ചെയ്തുകൊണ്ട് ഈ ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ വലുതാക്കാവുന്നതാണ്. അതായത് ഡ്രാഗ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അങ്ങനെ ചെയ്യാവുന്നതാണ്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് വിൻഡോയ്ക്കകത്ത് പോയി കഴിഞ്ഞാൽ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്.
എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സെലക്ഷൻ ഈ ടെസ്റ്റ് ഫ്രെയിമിലാണ് സെലക്ഷനായി കിടക്കുന്നതെങ്കിൽ അതിൻ്റെ ഓപ്ഷനാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, എന്നാൽ T എടുത്ത ശേഷം ഇതേ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഇതിനെ സെലക്ഷൻ ചെയ്ത ശേഷം നമുക്ക് അത് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് ടെസ്റ്റ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ടെസ്റ്റിൻ്റെ പ്രോപ്പർട്ടീസ് ആയിരിക്കും ഇവിടെ കാണിക്കുന്നത്, ഓപ്ഷൻസ് ആയിരിക്കും ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഈ പ്രോപ്പർട്ടീസ് എന്നുള്ളത് വിൻഡോയ്ക്കകത്ത് നിന്ന് എടുത്തു കഴിഞ്ഞാൽ ഉള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ സെലക്ഷൻ ചെയ്യുമ്പോൾ എല്ലാം കാണിക്കും. അതായത് ടെസ്റ്റ് ഫ്രെയിമിൻ്റെയും കാണിക്കും, അതുപോലെ തന്നെ ക്യാരക്ടറിൻ്റെയും കാണിക്കും, അതുപോലെ തന്നെ എക്സ്ട്രാ ഉള്ള പാരഗ്രാഫ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കാണിക്കും. അപ്പോൾ അതൊക്കെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റൈലുകളായിട്ട് വേണേൽ സേവ് ചെയ്ത് വെക്കാം. ഈ സ്റ്റൈൽ വീണ്ടും നമുക്കത് വീണ്ടും ആവർത്തിക്കുന്നുണ്ടെങ്കിൽ ഒരേ ഹെഡിങ്ങിൻ്റെ, അപ്പോൾ ഈ ഒരു സ്റ്റൈലാണ് ഇനി അടുത്ത ഹെഡിങ്ങിന് വേണ്ടതെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, സ്റ്റൈലുകളെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ക്യാരക്ടർ സ്റ്റൈലിനകത്ത് പോയതിന് ശേഷം എന്ത് ചെയ്യുക, പുതിയ സ്റ്റൈലായിട്ടൊക്കെ വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതല്ല പാരഗ്രാഫാണ് നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്നത്, പാരഗ്രാഫ് രീതിയിലൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതൊക്കെ വരുന്ന ക്ലാസ്സുകളിൽ പറയാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ അതിനെക്കുറിച്ച്. അതൊക്കെ കൂടുതൽ കാര്യങ്ങളാണ്, അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതുപോലെ തന്നെ അലൈൻ ചെയ്യണം, ലെഫ്റ്റ് റൈറ്റ് ഒക്കെ ഉള്ള അലൈൻ കാര്യങ്ങളും ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് ഈ പ്രോപ്പർട്ടീസിനകത്ത് വരുന്ന കൂടുതൽ ഓപ്ഷനുകൾ. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ടെസ്റ്റിൻ്റെ കാര്യങ്ങൾ വരുന്നത്. ടെസ്റ്റാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം ഇതിനകത്ത്. അപ്പോൾ അതുപോലെ തന്നെ അടുത്ത വരുന്നതാണ് ടെസ്റ്റിനകത്ത് തന്നെയുള്ള ടൈപ്പ് ഓൺ പാത്ത് റൂൾ. ഇതെന്ന് പറഞ്ഞാൽ ഒരു ലൈനിൽ കൂടെ അല്ലെങ്കിൽ നമ്മൾ വരച്ച് കൊടുക്കുന്ന ഒരു പാത്തിൽ കൂടെ ടൈപ്പ് ചെയ്ത് പോവുക. അപ്പോൾ അത് എന്തും ആയിക്കോട്ടെ, ആങ്കർ പോയിന്റുകളുടെ കൂടുമ്പോഴാണല്ലോ ഒരു പാത്ത് ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ ഒരു പെൻ ടൂൾ ഉപയോഗിച്ച് വരച്ച് കഴിഞ്ഞാൽ, ഒരു പെൻസിൽ ഉപയോഗിച്ച് വരച്ച് കഴിഞ്ഞാലും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാതെ വരാം. അതല്ല എങ്കിൽ നമുക്ക് ഷേപ്പ്, ഇപ്പോൾ ഈ പറയുന്ന പോലെ സർക്കിൾ രീതിയിൽ, അല്ലെ എലിപ്സ് രീതിയിലൊക്കെയാണ്, സർക്കിളായിട്ട് കൃത്യമായിട്ട് പറഞ്ഞാൽ ഷിഫ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്ത് കൊടുത്താൽ മതിയാകും. എന്നിട്ട് എന്ത് ചെയ്യുക, അതിനകത്ത് ടൈപ്പ് ഓൺ പാത്ത് ടൂൾ എടുത്ത ശേഷം എന്ത് ചെയ്യുക, ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, അവിടെ നമുക്ക് ടൈപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അതിനെ വലിപ്പം കൂട്ടണമെങ്കിലൊക്കെ സെയിം അതുപോലെ തന്നെ കൺട്രോളായി കൊടുക്കുക. ഇവിടെ എന്ത് ചെയ്യുക, നമുക്ക് എത്രയാണോ വരുന്നത് അതിനനുസരിച്ച് വലിപ്പമൊക്കെ കൂട്ടി കൊടുക്കുക. അതിൻ്റെ സ്പേസിങ് കാര്യങ്ങളെല്ലാം അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിനൊക്കെ ആയിട്ട് എന്ത് ചെയ്യാം, ടൈപ്പ് ഓൺ പാത്ത് ടൂൾ ഉപയോഗിക്കുക. ഇതേ സെയിം കാര്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ലൈൻ ടൂൾ ആണെങ്കിലും അവിടെയും നമുക്ക് എന്ത് ചെയ്യാം, സെയിം ഈ ടൈപ്പ് ഓൺ പാത്ത് ടൂൾ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇതെടുത്ത ശേഷം എന്ത് ചെയ്യും, ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് കറക്റ്റായിട്ട് കൊടുക്കണം, എന്നാൽ മാത്രമേ ടൈപ്പ് ആവുകയുള്ളൂ. ഓക്കെ, അതുപോലെ തന്നെ അടുത്ത വരുന്നത്, ഇപ്പോൾ ഈ ലൈൻ ടൂള് നമുക്ക് ഇതുപോലെ ലൈൻ വരച്ച് കൊടുക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ലൈൻ ടൂൾ വരുന്നത്. നമുക്ക് 2 സെഗ്മെൻറ്റുകളോ അല്ലെങ്കിൽ 2 ആങ്കർ പോയിൻറ്റുകളോ അങ്ങനെയൊക്കെയുള്ള കാര്യത്തിനൊക്കെ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഉപയോഗിക്കാൻ നേരം അതിൻ്റെ സ്ട്രോക്കും കാര്യങ്ങളും ഒക്കെ അങ്ങനെയൊക്കെയുള്ള നോക്കിയിട്ട് നിങ്ങൾ യൂസ് ചെയ്യുക. പിന്നെ വരുന്ന ടൂളാണ് ഈ പറയുന്ന പെൻ ടൂള്. ഇതെല്ലാത്തിനകത്ത് നമ്മൾ പഠിച്ച പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, പാത്തുകൾ അല്ലെ ആങ്കർ പോയിൻറ്റുകൾ കൊണ്ട് വരയ്ക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പോൾ നമ്മൾ വരയ്ക്കാനായിട്ട് ആദ്യം ഒന്ന് ക്ലിക്ക് ചെയ്യുക, രണ്ടാമത് ക്ലിക്ക് ചെയ്യുമ്പോൾ മൗസിലെ ലെഫ്റ്റ് ബട്ടൺ ഹോൾഡ് ചെയ്തുകൊണ്ട് ആർക്ക് കാണിച്ചു കൊടുക്കുക. അങ്ങനെ ആർക്ക് കാണിച്ചു കൊടുത്ത ശേഷം ഇതിൻ്റെ മൂന്നാമത് ഇപ്പോൾ എങ്ങോട്ടാണോ നിങ്ങളുടെ ഉദ്ദേശം, അപ്പോൾ ഇതിന് ഈ ഒരു മുന്നിലോട്ടുള്ള ഒരു വാല് കളയണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് കൊടുക്കാം. അതല്ല നിങ്ങൾക്ക് അല്ലാതെ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം, നിങ്ങളുടെ ഇഷ്ടം, അത് നമുക്ക് നിർബന്ധമില്ല. ഇപ്പോൾ ഞാനിപ്പോൾ കളഞ്ഞിട്ട് കാണിക്കുകയാണ്. കളഞ്ഞ ശേഷം എന്ത് ചെയ്യാം, നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എങ്ങനെയാണോ നിങ്ങൾക്ക് വരച്ച് കൊടുക്കേണ്ടത് ആ രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പോകാവുന്നതാണ്. അത് എല്ലാത്തിനകത്ത് നമ്മൾ പഠിക്കുന്ന പോലെ തന്നെ മറ്റേ ഫോട്ടോഷോപ്പിനകത്തുമൊക്കെ പോലുള്ള സെയിം പോലെ തന്നെ. ഫോട്ടോഷോപ്പിനകത്ത് നിർബന്ധമായിട്ടും വാല് കളയണം, ഇതിനകത്ത് കളയണമെന്നില്ല, പറഞ്ഞതേ ഉള്ളൂ. അതേപോലെ തന്നെ ഇതിനകത്ത് നമുക്ക് എന്ത് ചെയ്യാം, കറക്റ്റ് അല്ല എങ്കിൽ ലാസ്റ്റ് വന്നിട്ട് ക്ലോസ് ചെയ്യാൻ നേരം സർക്കിൾ പോലെ കാണിക്കും. അതെല്ലാം പഴയ പോലെ തന്നെ. കളർ കൊടുക്കണമെങ്കിൽ കളർ കൊടുക്കാം. നമ്മൾ ഷേപ്പ് വരച്ചെടുക്കുന്നു എന്നുള്ള കാര്യമാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇതിനകത്ത് വേണമെങ്കിൽ കറക്റ്റ് അല്ല എങ്കിൽ വേണമെങ്കിൽ സ്മൂത്ത് ടൂളൊക്കെ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാം, വേണമെങ്കിൽ സ്മൂത്ത് ചെയ്തിട്ട് എന്ത് ചെയ്യും, ഇവിടെ ഈ ഒരു കറക്റ്റ് ഷാർപ്പ് അല്ലെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഒരു റൗണ്ടഡ് രീതിയിലൊക്കെ ആക്കി കൊടുക്കണമെങ്കിൽ ഇതിൻ്റെ മേളിൽ കൂടെ ഇങ്ങനെ വരച്ച് കൊടുത്താൽ മതിയാകും. അതിന് വേണ്ടിയൊക്കെ എന്ത് ചെയ്യുക, സ്മൂത്ത് ടൂൾ കിടപ്പുണ്ട്, അതിൻ്റെ മേളിൽ കൂടെ ഇങ്ങനെ ജസ്റ്റ് വരച്ച് കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ വരുന്നതാണ് ആഡ് ആങ്കർ പോയിൻറ്റ്. ഈ പോയിൻറ്റുകളെ ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആഡ് ആങ്കർ പോയിൻറ്റ് യൂസ് ചെയ്യാം. അപ്പോൾ അത് കറക്റ്റായിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആഡ് ആങ്കർ പോയിൻറ്റ് വരികയുള്ളൂ. അതിനെ സെലക്ഷൻ ചെയ്യുക. അപ്പോൾ ഇതിനെ സെലക്ഷൻ ആയിട്ടില്ല, ഡയറക്റ്റ് സെലക്ഷൻ എടുത്തിട്ട് എന്ത് ചെയ്യുക, ഇതിനെ ഫുള്ള് സെലക്ഷൻ ചെയ്യുക. അതിനുശേഷം ആഡ് ആങ്കർ പോയിൻ്റ് എടുക്കുന്നു, എന്ത് ചെയ്യുക, ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതിയാക്കുക. അപ്പോൾ ആ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ പോയിൻ്റ് ഇവിടെ വരുന്നതാണ്. എന്നിട്ട് ഡയറക്റ്റ് സെലക്ഷൻ എടുക്കുക, ഒരു വട്ടം ആ പോയിൻറ്റിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ആകുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഇങ്ങനെ ഡ്രാഗ് ചെയ്തും ഇങ്ങനെ സെലക്ഷൻ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഡിറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഓക്കെ, ആ പോയിൻ്റ് വേണ്ട എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡിലീറ്റ് ചെയ്തിട്ട് ഹോൾഡ് ചെയ്യുക, ഡിലീറ്റ് ആങ്കർ പോയിൻ്റ് എടുക്കുക. ഇതെല്ലാം ഒരു വട്ടം ക്ലിക്ക് ചെയ്ത് കൊടുത്തെങ്കിൽ അത് ഡിലീറ്റ് ആവുന്നതായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെയാണ് 2 പോയിൻറ്റുകളുടെ ഇടയിൽ ചെയ്യുന്ന കാര്യമാണ് കൺവേർട്ട് ഡയറക്ഷൻ പോയിൻറ്റ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇത് രണ്ടും ബാലൻസ് ചെയ്യണമെങ്കിൽ ഈ പോയിൻ്റ് വേണമെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, ആങ്കർ പോയിൻ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്കിങ്ങനെ ബാലൻസ് ചെയ്തെടുക്കാവുന്നതാണ്. ഇതൊക്കെ നമ്മൾ ഇലിസ്ട്രേറ്ററിനകത്ത് ഇതിനകത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഫോട്ടോഷോപ്പിനകത്തും പറഞ്ഞിട്ടുണ്ട്, എന്നാലും ഒരു വട്ടം പറഞ്ഞിട്ടുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം.
ഇത്രയും കാര്യങ്ങൾ വരുന്നു. അടുത്ത ടൂൾ വരുന്ന കാര്യമാണ് നമുക്ക് പെൻസിൽ ടൂളാണ് വരുന്നത്. പെൻസിൽ ടൂൾ വരുമ്പം ഇതുപോലെ തന്നെ നമുക്ക് ഫ്രീ ഹാൻഡായിട്ട് വരച്ച് കൊടുക്കുക എന്നുള്ള രീതിയിലാണ് ഇത് കൊടുക്കുന്നത്. അപ്പോൾ വരച്ച് കൊടുക്കാൻ നേരം ലാസ്റ്റ് വന്ന് ഇങ്ങനെ വേണമെങ്കിൽ ക്ലോസ് ചെയ്യാവുന്നതാണ്. അതല്ല നിങ്ങൾക്ക് ക്ലോസ് ചെയ്ത് കൊടുക്കാം. അതല്ല നിങ്ങൾക്കത് സ്മൂത്ത് ചെയ്യണമെങ്കിൽ സ്മൂത്ത് ചെയ്യാനായിട്ട് മുകളിൽ കൂടി ഇങ്ങനെ അതായത് ഓരോ വട്ടം ക്ലിക്ക് ചെയ്യുമ്പോഴും അത് മാക്സിമം ആങ്കർ പോയിൻറ്റുകളെ കുറച്ചുകൊണ്ട് ആ പാത്ത് എന്ത് ചെയ്യും കറക്റ്റ് ഒന്ന് സ്മൂത്തായി വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് കാണാം അതെങ്ങനെയാണ് വരുന്നതെന്ന്. അടുത്ത വരുന്ന ടൂളാണ് ഇറേസർ ടൂൾ. ഇറേസർ ടൂൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഞാൻ വരച്ച് കൊടുക്കുന്ന അത്രയും ഭാഗം ഇറേസായി പോകുന്നു. ആ ആങ്കർ പോയിൻറ്റുകളെ നമ്മൾ എന്ത് ചെയ്യുന്നു ഇറേസ് ആക്കി കളയാൻ വേണ്ടിയാണ്. ആങ്കർ പോയിൻറ്റും പാത്തുകളും എന്ത് ചെയ്യും നമ്മളിങ്ങനെ വരച്ച് കൊടുക്കുന്ന ഭാഗം എന്ത് ചെയ്യും ഇറേസ് ആയി പോകും. അപ്പോൾ ഇതിനെ സെലക്ഷൻ ചെയ്ത ശേഷം കൊടുക്കാം. ഇപ്പോൾ ഇത് സെലക്ഷൻ അങ്ങ് പോയി, ഞാൻ വെളി ക്ലിക്ക് ചെയ്യുന്നതുകൊണ്ട് ഡയറക്റ്റ് സെലക്ഷൻ അങ്ങ് പോയി അതിൻ്റെ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു ഈ ഡയറക്റ്റ് സെലക്ഷൻ എടുത്ത ശേഷം ആങ്കർ പോയിൻറ്റിനെ സെലക്ഷൻ ചെയ്യുന്നു. അതിനുശേഷം എന്ത് ചെയ്യും ഇറേസർ എടുക്കുക, ഇങ്ങനെ നമുക്ക് ഉപയോഗിക്കാം. ഇപ്പോൾ ഈ ഡയറക്റ്റ് സെലക്ഷന് അങ്ങനെ ഒരു ഉപയോഗം കൊണ്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യും ആങ്കർ പോയിൻറ്റുകളെ സെലക്ട് ചെയ്യാനും കൂടെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, അടുത്ത ടൂൾ വരുന്നത് ഇതുപോലെ ഈ ഇറേസർ ടൂളും സിസർ ടൂളും തമ്മിലുള്ള വ്യത്യാസം കൂടെ ജസ്റ്റ് കാണിച്ചേക്കാം. അപ്പോൾ ഇറേസർ ടൂൾ പറഞ്ഞുകൊണ്ടാണ് സിസർ ടൂൾ ഞാൻ പറയാൻ പോകുന്നത്. സിസർ ടൂളിൻ്റെ പ്രത്യേകത പോയിൻറ്റുകളുടെ ഇടയിൽ ബ്രേക്ക് ചെയ്യുക എന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിനകത്ത് 1, 2, 3, 4 പോയിൻ്റാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഞാനിവിടെ ഒരു കളറും കൂടെ കൊടുത്തേക്കാം. അതിനുശേഷം ഞാൻ എന്ത് ചെയ്യുന്നു സിസർ എടുത്ത ശേഷം ഇങ്ങനല്ല മറ്റേന്ന് പറഞ്ഞാൽ പാത്ത് ഇറേസായി പോകും. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആങ്കർ പോയിൻറ്റുകളുടെ ഇടയിൽ എന്ത് ചെയ്യുന്നു ഇവിടെ ഞാൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതൊരു ബ്രേക്കായി, രണ്ട് സെക്ഷനായി. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു സെലക്ഷൻ ടൂൾ എടുത്ത ശേഷം ഞാൻ ഇങ്ങനെ മാറ്റി വെച്ച് ഞാൻ എന്ത് ചെയ്യും രണ്ട് സെക്ഷനായിട്ട്. മറ്റേന്ന് പറഞ്ഞാൽ ആ പാത്ത് ഉൾപ്പെടെയാണ് പോകുന്നത്. ഇവിടെ പാത്ത് പോയിട്ടില്ല, ആ ലൈനായിട്ട് കിടക്കുകയാണ്. പക്ഷേ രണ്ട് പീസായിട്ട് മാറി. അതാണ് ഇറേസറും സിസറും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, അത് കഴിഞ്ഞു. അടുത്ത ടൂളെന്ന് പറയുന്നത് ഈ ഫ്രെയിം ടൂളാണ് വരുന്നത്, റെക്റ്റാങ്കിൾ ഫ്രെയിം ടൂൾ. ഈ ഫ്രെയിം ടൂളിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ റെക്റ്റാങ്കിൾ ആയിക്കോട്ടെ, എലിപ്സ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ പോളിഗൺ ആയിക്കോട്ടെ, ഇതെല്ലാം ഫ്രെയിം ടൂളുകളാണ്. പിക്ചറുകളെ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഫ്രെയിം ടൂൾ ഉപയോഗിക്കുന്നത്. എന്നാൽ ഇവിടെ വരാൻ നേരം റെക്റ്റാങ്കിൾ ഷേപ്പ് ടൂളുണ്ട്, അതും അതേപോലെ ഞാൻ വരയ്ക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് വരച്ചിട്ട് ഞാൻ ഇവിടെ ഒരു കളർ കൊടുക്കുന്നു, ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നു ഒരു കളർ കൊടുക്കും. ഇവിടെ കളറും കൊടുക്കാം, പക്ഷേ ഇവിടെ കാണാൻ നേരം ഇത് ഫ്രെയിം ടൂളും ഇത് ഷേപ്പ് ടൂളുമാണ്. ഇവിടെ ഒരു എക്സ് മാർക്കുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉപയോഗം മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പിക്ചറുകളെ നമ്മൾ ഫ്രെയിം ചെയ്യുക, ഗ്രാഫിക് ഫ്രെയിമാണത്. അപ്പോൾ അതിനകത്ത് നമ്മൾ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടി ഇൻഡിസൈനായിട്ട് തരുന്ന ഒരു ഫ്രെയിമാണ് ഈ പറയുന്ന റെക്റ്റാങ്കിൾ ഫ്രെയിം. എന്നാൽ ഇത് ഷേപ്പിന് വേണ്ടി മാത്രം ഉപയോഗിക്കാൻ നോക്കുക. അപ്പോൾ ഷേപ്പുകളെ വേണ്ടി നിങ്ങൾക്ക് റീ എഡിറ്റ് ചെയ്യേണ്ടി വരുവാണെങ്കിലോ എന്തെങ്കിലും ഒക്കെ എഡിറ്റ് ചെയ്യേണ്ട പർപ്പസോ അല്ലെങ്കിൽ ഈ പറയുന്ന ടെസ്റ്റിൻ്റെ പർപ്പസോ അങ്ങനെയൊക്കെയുള്ള കാര്യത്തിന് ടെസ്റ്റിനും വേണേൽ ടെസ്റ്റ് ഫ്രെയിം ഉപയോഗിക്കാവുന്നതാണ്, എന്നാലും പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളതിന് മാത്രമേ ഈ ഷേപ്പിൻ്റെ കാര്യത്തിന് ഈ ഷേപ്പ് ടൂൾ ഉപയോഗിക്കുക, ഇമേജിൻ്റെ കാര്യത്തിന് മാത്രമായിട്ട് അത് ഫ്രെയിം ടൂൾ ഉപയോഗിക്കുക. ഓക്കെ, അതുപോലെ തന്നെ ഇതിനകത്ത് ഇമേജ് ഉപയോഗിക്കാൻ നേരം അതിൻ്റെ ഫിറ്റിങ് കാര്യങ്ങളൊക്കെ വരാൻ നേരം കറക്റ്റ് ആ ഷേപ്പിൻ്റെ രീതിയിൽ, അതായത് ടെസ്റ്റ് ഫ്രെയിമിൻ്റെ രീതി വരണമെന്നുമില്ല. ഓക്കെ, അപ്പോൾ അത് കറക്റ്റായിട്ട് ഉപയോഗിക്കുക. അപ്പോൾ ഇതിനകത്ത് ബാക്കിയുള്ള ഇതെല്ലാം തന്നെ എലിപ്സ് ആയി കഴിഞ്ഞാൽ അത് രീതി വരയ്ക്കുക. എലിപ്സൊക്കെ വരച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഷിഫ്റ്റ് ഹോൾഡ് ചെയ്തുകൊണ്ട് എലിപ്സിനെ ഇത് സർക്കിളാക്കാനൊക്കെ പറ്റുന്നതൊക്കെ സെയിം അതുപോലെ തന്നെ പോളിഗൺ വരാൻ നേരം ഒരു വട്ടം ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വേണമെങ്കിൽ സൈഡുകളൊക്കെ മാറ്റി കൊടുക്കാം. ഈ എലിപ്സ് വരുമ്പോഴും ഒരു വട്ടം ക്ലിക്ക് ചെയ്ത് കൊടുക്കാം, പക്ഷേ എലിപ്സ് വരുമ്പോഴും ഒരു വട്ടം ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ വിഡ്ത്തും ഹൈറ്റും നമ്മൾ കറക്റ്റായിട്ട് കൊടുക്കേണ്ടി വരും. നീളവും വീതിയും, അതായത് കറക്റ്റാണ് സർക്കിളാണ് ഉദ്ദേശിക്കുന്നത്, അതിൻ്റെ നീളവും വീതിയും കറക്റ്റായിട്ട് കൊടുക്കണം. ഇവിടെ പോയിൻ്റ് ആണ് കാണിക്കുന്നത്, പി ആണ് കാണിക്കുന്നത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ റൂളറിൻ്റെ അവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യാൻ നേരം ഇവിടെ പോയിൻ്റ് അല്ല പിക്കാസ് ആണ് കാണിക്കുന്നത്, അതുകൊണ്ടാണ് അവിടെ വരുന്നത്. ഇപ്പോൾ ഇൻ കേസ് ഇവിടെ പോയിൻ്റ് ആണ്, ഇവിടെ ഒരു മില്ലിമീറ്റർ ഇട്ട ശേഷം ഞാൻ എന്ത് ചെയ്യുന്നു ഈ എലിപ്സ് എടുത്ത ശേഷം ഒരു വട്ടം ക്ലിക്ക് ചെയ്യാൻ നേരം എന്ത് ചെയ്യുക, എന്താ സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. ഇവിടെ ആണ് കാണിക്കുന്നത്. ഓക്കെ, അത് നിങ്ങൾ നോക്കുക. ഈ ഹൈറ്റും വിഡ്ത്തും, ഇപ്പോൾ വിഡ്ത്ത് ഇവിടെ കാണിക്കുന്നുണ്ട്, വീണ്ടും പിക്കാസാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇവിടെ ഇത് മാത്രമേ മാറ്റിയിട്ടുള്ളൂ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ എന്ത് ചെയ്യണം, പിക്കാസ് മാറ്റിയ ശേഷം എന്ത് ചെയ്യണം, മില്ലിമീറ്റർ ആക്കണം, എന്നാലേ അത് വരത്തുള്ളൂ. ഓക്കെ, ഇപ്പോൾ നമുക്ക് നോക്കാം. ഒരു വട്ടം ക്ലിക്ക് ചെയ്യുന്നത് 2 മില്ലിമീറ്റർ ആയി. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ മാറ്റി കൊടുക്കേണ്ടതാണ് മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ. യൂണിറ്റ്. അപ്പോൾ ഇനി ഇമേജ് എങ്ങനെ നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ നോക്കാം ഫ്രെയിമിനകത്ത്. ഇതിനെ സെലക്ഷൻ ചെയ്യുന്നു, ഫയൽ പ്ലേസ് കൊടുക്കുക, Ctrl D കൊടുത്താലും മതിയാകും. അതിനുശേഷം ഇമേജിനെ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത ശേഷം റൈറ്റ് ക്ലിക്ക്
ഫിറ്റിങ്, അതുപോലെ തന്നെ ഫിൽ ഫ്രെയിം പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ കൊടുക്കാൻ നേരം ആ ഫ്രെയിമിനകത്ത് തന്നെ ഇത് വരുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ ഗുണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ഫിറ്റായിട്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എന്ത് ചെയ്യും, കട്ടായും പോകും ആ ഫ്രെയിമിനനുസരിച്ച്. അതേപോലെ തന്നെ ഞാൻ ബാക്ക് അടിച്ച ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, റൈറ്റ് ക്ലിക്ക്, ഫിറ്റിങ്, ഇതുപോലെ തന്നെ കണ്ടൻറ്റ് പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇതിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടൻറ്റ് അകത്ത് കറക്റ്റായിട്ട് വരാൻ വേണ്ടിയാണ്. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ബാക്കിയുള്ള ഭാഗങ്ങൾ എന്ത് ചെയ്യും, ബ്ലാക്ക് ഭാഗമായിട്ട് കാണിക്കും. ഈ സൈഡ് കണ്ടോ, ഈ രണ്ട് സൈഡ് എന്ത് ചെയ്യും, ബ്ലാക്ക് ആയിട്ട് വരും. അപ്പോൾ അങ്ങനെ ചെയ്യേണ്ട ആവശ്യം നിങ്ങൾക്ക് വരില്ല. അതുപോലെ തന്നെ വേറെ ഓപ്ഷനൊക്കെ ഉണ്ട്. ഫിറ്റിങ് ഫ്രെയിമിനനുസരിച്ച് മാറണമെങ്കിൽ ഇപ്പോൾ എന്തുണ്ട്, ഫിറ്റ് ഫ്രെയിം ടു കണ്ടെന്ന് പറഞ്ഞാൽ ഫ്രെയിം അങ്ങ് വലുതാകും, ഫ്രെയിമിന് എഡിറ്റ് ചെയ്യുന്ന രീതിയിൽ. അത് ഓരോന്നും നിങ്ങൾ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഇമേജിൻ്റെ ക്വാളിറ്റി കുറവുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, ഡിസ്പ്ലേ പെർഫോമൻസിനകത്ത് പോയ ശേഷം ഹൈ ക്വാളിറ്റി ഇടാവുന്നതാണ്. ഇത് ആക്ച്വലി ഇൻഡിസൈൻ തന്നെ തരുന്ന ഒരു ഓപ്ഷനാണ്. കാര്യം നമുക്ക് ലോഡ് കുറയ്ക്കാൻ വേണ്ടി. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടിയാണ്. നിങ്ങൾക്ക് ഇത് മാറ്റി കൊടുക്കാമെങ്കിൽ മാറ്റി കൊടുക്കാം. അതുപോലെ റീലിങ്ക് ചെയ്യാനൊക്കെ ഇവിടെ ഓപ്ഷൻ ഉണ്ട്, നമുക്ക് ഇമേജിനെ മാറ്റി കൊടുക്കാനൊക്കെ പറ്റും. അടുത്ത വരുന്നത് ഷേപ്പുകളും ബാക്കിയുള്ളതെല്ലാം സെയിം തന്നെ. ഞാനിപ്പോൾ ഓരോന്നോരോന്നായിട്ട് കാണിക്കേണ്ട ആവശ്യമില്ല. പിന്നെ സെലക്ഷൻ ചെയ്തിട്ട് കളറും കാര്യങ്ങളൊക്കെ കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഇവിടുന്ന് കളറൊക്കെ സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. കൂടുതൽ കളർ എടുക്കണം, വിൻഡോയ്ക്കകത്തുനിന്ന് കളർ എന്നുള്ള രീതി ഓപ്ഷൻ എടുത്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഇവിടുന്ന് ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഏതാണോ ഉപയോഗം അതിനനുസരിച്ച് നിങ്ങൾക്ക് പിക്ക് ചെയ്ത് കൊടുത്ത് അങ്ങനെ മാറ്റാവുന്നതാണ്. അപ്പോൾ ഇതിനകത്തുള്ള എല്ലാം സെയിം അതുപോലെ തന്നെ പോളിഗണൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഒരു വട്ടം ക്ലിക്ക് ചെയ്ത ശേഷം അളവും കാര്യങ്ങളും കൊടുക്കുക, സൈഡും കാര്യങ്ങളൊക്കെ കൊടുക്കാവുന്നതാണ്. അതെല്ലാം സെയിം അത് പഴയ പോലെ തന്നെ. അടുത്ത വരുന്നത് സിസർ ടൂളാണ്, അത് ഞാൻ പറഞ്ഞിരുന്നു. അടുത്ത വരുന്നത് ഇതൊന്ന് കളഞ്ഞേക്കാം. അടുത്ത വരുന്ന ടൂള് ഇതിനകത്ത് മോഡിഫിക്കേഷൻ ടൂളുകളെന്ന് വേണേൽ പറയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ടൂളുകൾ. അപ്പോൾ നമുക്ക് ഫ്രീ ട്രാൻസ്ഫോം ടൂളുണ്ട്, അതുപോലെ തന്നെ റൊട്ടേറ്റ് ടൂളുണ്ട്, സ്കെയിൽ ടൂളുണ്ട്, ഷിയർ ടൂളുണ്ട്. അപ്പോൾ അതായത് കറക്കുക, അല്ലെങ്കിൽ വലിപ്പം കൂട്ടുക, അല്ലെങ്കിൽ ഷിയർ ചെയ്യുക, ചരിക്കുക, കമഴ്ത്തുക എന്നൊക്കെ ഉള്ള ഉദ്ദേശം. അപ്പോൾ ഇതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത് നമുക്ക് നോക്കാം. അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു ഷേപ്പ്, ഒരു എലിപ്സ് തന്നെ ഞാനിങ്ങനെ വരയ്ക്കുന്നു. ഇങ്ങനെ വരച്ച ശേഷം ഇതിനകത്ത് ആദ്യം ഞാൻ ഉപയോഗിക്കുന്നത് ഫ്രീ ട്രാൻസ്ഫോം ടൂളല്ല, റൊട്ടേറ്റ് ടൂളാണ്. അപ്പോൾ ഞാൻ റൊട്ടേറ്റ് ടൂൾ എടുത്ത ശേഷം, റൊട്ടേറ്റ് ടൂൾ എടുക്കുമ്പോഴേ ഇവിടെ ഒരു പോയിന്റ് കാണിക്കുന്നത്, ഈ പോയിന്റ് പറയുന്ന പേര് റെഫറൻസ് പോയിന്റ് എന്നാണ്. അതല്ലെങ്കിൽ പിവോട്ട് എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് ഈ പോയിന്റിനെ എന്ത് ചെയ്യുന്നു, എവിടെ കൊണ്ടുവെക്കുന്നു അതിന് ചുറ്റുമായിരിക്കുന്നു കറങ്ങുന്നത്. ഓക്കെ, ഈ പോയിന്റ് ഇവിടെയാണ് ഇരിക്കുന്നതെങ്കിൽ ഞാനിപ്പോൾ അവിടെ തന്നെ ഒരു വട്ടം കൂടെ ക്ലിക്ക് ചെയ്യുകയാണ്. ക്ലിക്ക് ചെയ്ത ശേഷം ഞാൻ ഇങ്ങനെ റൊട്ടേഷൻ ചെയ്യാൻ നേരം ആ പോയിന്റ് അതിനനുസരിച്ചാണ്, അവിടെ കിടന്നാണ് റൊട്ടേഷനാണ്. എന്നാൽ ഞാൻ കൺട്രോൾ Z കൊടുക്കുന്നു, ബാക്കിൽ അടിച്ച ശേഷം ഞാൻ എന്ത് ചെയ്യുന്നു, ഈ പോയിന്റിനെ ഇവിടെ കൊണ്ടുവെക്കാനായിട്ട് ഇവിടെ ഒരു വട്ടം ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. ക്ലിക്ക് ചെയ്ത ശേഷം ഞാൻ കറക്കാൻ നേരം എന്ത് ചെയ്യും, ആ പോയിന്റ് ചുറ്റുമായിരിക്കും അത് കറങ്ങുന്നത്. ഓക്കെ, അപ്പോൾ അത് കളർ ഞാൻ കൊടുത്തേക്കാം, അല്ലെങ്കിൽ കാണുന്നില്ല എങ്കിൽ. ഓക്കെ, അപ്പോൾ ആ പോയിന്റ് ചുറ്റുമായിരിക്കും കറങ്ങുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുന്നപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്യുന്നെങ്കിൽ അത് ചുറ്റുമായിരിക്കും ഇത് കറങ്ങുന്നത്. കണ്ടോ? ഓക്കെ, എന്നാൽ അത് കറങ്ങുമ്പോൾ കൃത്യമായിട്ട് ആംഗിൾ കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടുന്ന് ആംഗിൾ കൊടുക്കാവുന്നതാണ്. കണ്ടോ, ഇവിടെ എത്രയാണോ ആംഗിൾ കൊടുക്കുന്നത് ഇവിടുന്ന് നിങ്ങൾക്ക് ആംഗിളൊക്കെ കൊടുക്കാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് ആംഗിൾ കൊടുക്കാൻ നേരം അല്ലാതെ കൊടുക്കണമെങ്കിൽ ഓൾട്ട് ഹോൾഡ് ചെയ്തുകൊണ്ട് ഈ പോയിന്റ് ക്ലിക്ക് ചെയ്യുന്ന കൂട്ടത്തിൽ വേണമെങ്കിൽ എന്ത് ചെയ്യുക, അങ്ങനെയും വേണമെങ്കിൽ കൊടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് പ്രിവ്യൂ കൊടുക്കാം. അതിനോടൊപ്പം ഇതിൻ്റെ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു എക്സ്റ്റേണൽ കോപ്പി നമുക്ക് കിട്ടും. ഓക്കെ, ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു ആംഗിൾ കൊടുക്കുകയാണ്, ഒരു 35 കൊടുക്കുകയാണെന്ന് വിചാരിക്കും. അപ്പോൾ കോപ്പി കൊടുക്കാൻ ആ 35 അവിടെ കിട്ടും. ഓക്കെ, അപ്പോൾ അത് റിപ്പീറ്റ് ആകണമെങ്കിൽ ഒബ്ജക്റ്റ് ട്രാൻസ്ഫോം അഗെയിൻ എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, റിപ്പീറ്റ് ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ സ്കെയിൽ ടൂൾ എന്ന് പറയുമ്പോൾ ഇതിനെ വലിപ്പം കൂട്ടുന്ന ടൂളാണ് വരുന്നത്. വലിപ്പം കൂട്ടാൻ നേരം ഇതേപോലെ തന്നെ സെൻറ്ററിൽ നിന്ന് വലിപ്പം കൂടണം എന്നുള്ളതാണ്. അപ്പോൾ ഞാനിവിടെ ക്ലിക്ക് ചെയ്ത ശേഷം ഞാൻ ഇങ്ങനെ വലിപ്പം കൂട്ടുകയാണ്, നടുക്കുന്നതാണ് വലിപ്പം കൂടുന്നത്. അപ്പോൾ ഷിഫ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് തന്നെ വരും. അതല്ല, എനിക്ക് ഒരു പോയിന്റിൽ നിന്നാണ് വലിപ്പം കൂട്ടുന്നത്, ഞാനിപ്പോൾ ഇവിടെ നിന്നാണ് വലിപ്പം കൂട്ടുന്നെങ്കിൽ ഞാൻ അവിടെ ക്ലിക്ക് ചെയ്ത ശേഷം ഇങ്ങനെ വലിപ്പം കൂട്ടാൻ നേരം ആ പോയിന്റിൽ നിന്നായിരിക്കും വലിപ്പം കൂടുന്നത്. ഓക്കെ, അതൊക്കെ നമ്മൾ ഈ ആർട്ട് പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വരയ്ക്കാൻ നേരമൊക്കെ ഇത് യൂസ് ആകും. ഇല്ലെങ്കിൽ ഒരു അലൈൻ ചെയ്ത് കറക്റ്റായിട്ടൊക്കെ വെക്കാൻ നേരമൊക്കെ ഇത് ഉപയോഗിക്കാവുന്ന ഒരു ടൂളാണ്. അതുപോലെ തന്നെ കമഴ്ത്തണമെങ്കിൽ സെയിം ഇതുപോലെ തന്നെ. ഇതിനൊക്കെ ഉള്ള പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് റെഫറൻസ് പോയിന്റ്, ഒരു പോയിന്റിനെ വെച്ചുകൊണ്ടാണ് ഇതെല്ലാം കമഴ്ത്തുന്നതും റൊട്ടേഷൻ ചെയ്യുന്നതും സ്കെയിൽ ചെയ്യുന്നതല്ല. ആ പോയിന്റിന് പറയുന്ന പേരാണ് റെഫറൻസ് പോയിന്റ്. അത് കറക്റ്റായിട്ട് എവിടെ വെക്കണമെന്ന് നിങ്ങൾ നോക്കണം. അതുപോലെ ഷെയർ ചെയ്യാൻ നേരം ഇതുപോലെ തന്നെ പോയിന്റിനെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഷെയർ ചെയ്യാം. ഈ ഷെയർ ചെയ്യാൻ നേരം ഇതെല്ലാം ഇവിടെ ആംഗിളും കാര്യങ്ങളും എല്ലാം കാണിക്കുന്നുണ്ട്. സ്കെയിൽ ചെയ്യാൻ നേരം വേണമെങ്കിൽ ഇവിടെ നമുക്ക് മാറ്റി കൊടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഷെയർ ചെയ്യാൻ നേരം എത്ര ആംഗിൾ കൊടുക്കണമെന്ന് കൊടുക്കുക. അതല്ല നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യണമെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ഓക്കെ, ഷെയർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമഴ്ത്തുക, ഒരു വശത്തേക്ക് ചരിക്കുക എന്നുള്ള അർത്ഥമൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഇതാണ് വരുന്നത്. ഇതെല്ലാം ചെയ്യണമെങ്കിൽ ട്രാൻസ്ഫോം ടൂൾ ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ ഇതെടുത്ത ശേഷം എന്ത് ചെയ്യുക, റൊട്ടേഷൻ ചെയ്യണോ റൊട്ടേഷൻ ചെയ്യാം, വലിപ്പം കൂട്ടണോ വലിപ്പം കൂട്ടാം, ഷിഫ്റ്റ് ഹോൾഡ് ചെയ്യണമെങ്കിൽ അങ്ങനെ ഷിഫ്റ്റ് ഹോൾഡ് ചെയ്തുകൊണ്ട് ഒരേ രീതിയിലാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അങ്ങനെയൊക്കെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ചെയ്യാവുന്ന ആണ് ട്രാൻസ്ഫോം ടൂൾ വരുന്നത്. അത് ഫ്രീ ആയിട്ട് ട്രാൻസ്ഫോം ചെയ്യാമെന്നുള്ളതാണ്.
അടുത്ത ടൂൾ വരുന്നത് ഗ്രേഡിയൻ ടൂളാണ്. ഗ്രേഡിയൻ ടൂൾ വരാൻ നേരം 2 കളറുകൾ, ഒന്നിൽ കൂടുതൽ കളറുകൾ കൊടുക്കുന്നതിനാണ് ഗ്രേഡിയൻ ടൂൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 2 സ്റ്റോപ്പ് നമ്മൾ കൊടുക്കാൻ നേരം ഇപ്പം ഞാൻ കളർ കൊടുക്കുകയാണ്. കളർ കൊടുത്ത ശേഷം ഇത് ഗ്രേഡിയൻ്റ് ആക്കണമെങ്കിൽ ഗ്രേഡിയൻ ടൂൾ എടുത്ത ശേഷം ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ നിന്ന് ഇങ്ങനെ വലിച്ചു കൊടുക്കുക. ഒരു സൈഡിൽ നിന്ന്, അതായത് ഇവിടെ മുതൽ ഈ ഒരു എൻഡ് വരെ, അതുവരെ പോകുന്നതിനാണ് കറക്റ്റ് 100% എന്ന് പറയുന്നത്. അല്ലാതെ കറക്റ്റ് ആയിരിക്കത്തില്ല. അപ്പോൾ അങ്ങനെ കൊടുക്കാൻ നേരം കറക്റ്റായിട്ടല്ല, ചരിഞ്ഞാണ് പോകുന്നതെങ്കിൽ ഷിഫ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്തുകൊണ്ട് നമുക്ക് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ കൊടുത്ത ശേഷം വിൻഡോയ്ക്കകത്തുനിന്ന് ഞാൻ എന്ത് ചെയ്യുന്നു, കളറ് ഗ്രേഡിയൻ്റ് എന്നുള്ള രീതി എടുക്കുന്നു. അപ്പോൾ ഇവിടെ കാണിക്കാവുന്ന ഇതേ രീതിയിൽ തന്നെ ആയിരിക്കും ഇവിടെയും കാണുന്നത്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റാണ്, നമ്മൾ ഈ പോയിന്റ് മുതൽ ഈ പോയിന്റ് വരെയാണ് കൊടുത്തേക്കുന്നത്. അതാണ് ഇവിടം മുതൽ ഇവിടം വരെ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കൊടുക്കുമ്പോൾ നമുക്ക് ഈ കളറുകളല്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറുകളാണ് കൊടുക്കേണ്ടതെങ്കിൽ ഈ പോയിന്റിൽ നിന്ന് അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വിൻഡോയ്ക്കകത്തുനിന്ന് കളറും ഞാൻ എനേബിൾ ചെയ്തിരുന്നു, സ്വാച്ചസും എനേബിൾ ചെയ്തിരുന്നു. അപ്പോൾ അത് രണ്ടിനും ആവശ്യം ഉണ്ടാകുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ അതിനുശേഷം എന്ത് ചെയ്യുന്നു, ഞാൻ ഈ പോയിന്റിൽ നിന്ന് ഇവിടുന്ന് കളറിനകത്തുനിന്ന് പഴയ പോലെ തന്നെ RGB ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടോട്ട് വെക്കുകയാണ്. എന്നിട്ട് ഞാനിവിടെ ഇങ്ങനെ ഡ്രാഗ് ചെയ്ത ശേഷം ഇവിടെ നിന്ന് ഇങ്ങനെ റഫായിട്ടൊന്ന് ഡ്രാഗ് ചെയ്തു. എന്നിട്ട് ഈ പോയിൻ്റ് ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുക, എനിക്ക് ആവശ്യമുള്ള കളറുകൾ ഇവിടെ കൊടുക്കാം. ഓക്കെ, ഇവിടെ ഇങ്ങനെ പിക്ക് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാകും. അപ്പോൾ ഈ കളറുകളൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് അളവും കാര്യങ്ങളും കൊടുക്കണമെങ്കിൽ CMYKയുടെ അളവുകൾ ഇവിടെ കൊടുക്കാവുന്നതാണ്. അതല്ല ബ്ലാക്ക് ആൻഡ് വൈറ്റ് വേണമെങ്കിൽ ഇവിടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഉണ്ട്, അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അതല്ലെങ്കിൽ ഇങ്ങനെ പിക്കിങ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. രണ്ടാമത്തെ ആണെങ്കിൽ ഇവിടെ എന്ത് ചെയ്യാം, ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ഇതുപോലെ തന്നെ RGB ആണ്, RGB എടുത്ത ശേഷം എന്ത് ചെയ്യുക, കളർ പിക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഡയറക്ഷൻ ഏത് കൊടുക്കണമെന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ വലിച്ച് നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. മേളിൽ താഴോട്ടാണോ ക്രോസ് ടു ക്രോസ് ആണോ എന്നൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കൊടുക്കാം. അതുപോലെ തന്നെ അടുത്ത വരുന്നത് ഇതിൻ്റെ ഏത് ടൈപ്പാണ്, റേഡിയലാണെങ്കിൽ റേഡിയൽ, ആ രീതിക്കാണെങ്കിൽ അങ്ങനെ കൊടുക്കാം. അതിൽ റിവേഴ്സ് തിരിച്ചാണ് കൊടുക്കേണ്ടത്, റിവേഴ്സ് ആക്കി ഇവിടെ കൊടുക്കാം. അതിൻ്റെ ലൊക്കേഷനൊക്കെ മാറ്റി കൊടുക്കണമെങ്കിൽ ഇവിടെ മാറ്റി കൊടുക്കാം. പിന്നെ പോയിന്റുകൾ ആഡ് ചെയ്യണമെങ്കിൽ ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്ത് ആഡ് ചെയ്താൽ മേളോട്ട് കൊടുക്കാം. അങ്ങനെ ഡിലീറ്റ് ചെയ്യാനൊക്കെ പറ്റും. അങ്ങനെയൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്. അല്ല നിങ്ങൾക്കത് സേവ് ചെയ്ത് വെക്കണമെങ്കിൽ ഇവിടെ സ്വാച്ചസിനകത്ത് ഈ പ്ലസിനകത്ത് പോയ ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ന്യൂ സ്വാച്ച് എന്നുള്ള രീതി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് പേര് കൊടുക്കാം. ഇവിടുന്ന് പേര് മാറ്റി കൊടുക്കാവുന്നതാണ്. അതിൻ്റെ കളറോ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്ത് മാറ്റി കൊടുക്കാം. അങ്ങനെയൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ നമ്മൾ അടുത്തത് വരയ്ക്കാൻ നേരം, ഇപ്പോൾ ഞാനിപ്പോൾ അടുത്ത ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കാൻ നേരം ഒരു കളറാണ് കിടക്കുന്നത് വിചാരിക്കുക. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, സ്വാച്ചസിനകത്ത് പോയി കഴിഞ്ഞാൽ ഇവിടെ അത് സേവ്ഡ് ആണ്, കണ്ടോ. അപ്പോൾ അതേ ക്ലിക്ക് ചെയ്ത് എന്ത് ചെയ്യും, ഇതേ കളർ തന്നെ ഇവിടെ വരും. അപ്പോൾ റീയൂസ് ചെയ്യാനൊക്കെ ആയിട്ട് നല്ലതായിരിക്കും. അതാണ് ഗ്രേഡിയൻ ടൂൾ വരുന്നത്. അപ്പോൾ ഗ്രേഡിയൻ ടൂൾ കഴിഞ്ഞു. അപ്പോൾ അടുത്ത ടൂൾ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ തന്നെയാണ് അടുത്ത ടൂള്, ഗ്രേഡിയൻ ഫെദർ ടൂള്. ഗ്രേഡിയൻ ഫെദർ ടൂൾ എന്ന് പറയുമ്പോൾ ഒരു സൈഡ് രണ്ട് സൈഡിലും കളർ ഉണ്ടായിരുന്നു. എന്നാൽ ഇവിടെ വരുന്നത് ഒരു സൈഡിൽ കളറും ഒരു സൈഡിൽ ട്രാൻസ്പെറൻറ്റുമാണ്. അപ്പോൾ അത് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു ഫ്രെയിം ഉണ്ടാക്കുകയാണ്. ഇത് ഫ്രെയിമിനാണ്, ഇത് ഇമേജിനാണ് കൂടുതൽ ഉപയോഗിക്കേണ്ടി വരുന്നത്. ഓക്കെ, കൂടുതലും നല്ല ഇമേജിനാണ് ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിനെ ഞാനൊരു ഫ്രെയിം വരച്ച ശേഷം ഇമേജിനെ ഞാനിവിടെ കൊടുക്കുകയാണ്. ഫയൽ പ്ലേസ് കൊടുത്തു, ഒരു ഇമേജിനെ വെക്കുന്നു. എന്നിട്ട് ഇതുപോലെ തന്നെ ഫിറ്റിംഗ് കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഷോർട്ട് കട്ടൊക്കെ ഉണ്ട്, അതൊക്കെ നിങ്ങൾ നോക്കുക. അതിനുശേഷം ഈ ഗ്രേഡിയൻ ഫെദർ ടൂൾ എടുത്ത ശേഷം ഞാൻ മുകളിൽ താഴോട്ട് വലിച്ചു കൊടുക്കുകയാണ്. ഇത് മുകളിൽ താഴേക്കല്ല, ഇപ്പം ഞാൻ താഴെ നിന്ന് മുകളിലേക്കാണ് വലിക്കേണ്ടത്. അതായത് ഇവിടെയാണ് ഇത് വരണ്ടെങ്കിൽ, ഫെദർ വരണ്ടെങ്കിൽ, അതായത് ട്രാൻസ്പെറൻസി വരണ്ടെങ്കിൽ അവിടെ നിന്നാണ് വലിച്ചു കൊടുക്കുന്നത്. ഞാനിങ്ങനെ വലിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് കാണാം. തിരിച്ചായിരുന്നു. ഓക്കെ, അത് റിവേഴ്സിലായി കിടക്കുന്നതുകൊണ്ടാണ് അങ്ങനെ വന്നേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ നിന്ന് തിരിച്ച് ഷിഫ്റ്റ് ഹോൾഡ് കൊണ്ട് ഇപ്പുറത്ത് വലിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ മുകളിൽ താഴോട്ട് വരാൻ നേരം എന്ത് ചെയ്യുന്നു, ഇവിടെ നിന്ന് ഇങ്ങോട്ട് കളർ ലയിച്ച് വരുന്ന രീതി നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ ഇത് കളർ ലയിച്ച് വരുമല്ല, ആക്ച്വലി ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഇതിൻ്റെ തെളിച്ചം കുറഞ്ഞു വരുന്നു. ഒരു സൈഡിൽ കളറുണ്ട്, ഒരു സൈഡിൽ ട്രാൻസ്പെറൻസിയാണ്. അപ്പോൾ എന്ത് ചെയ്യാം, ഞാൻ അത്രയും വലിക്കുന്നില്ല, ഞാൻ ഇവിടെ നിന്ന് ഇത്രയും വലിച്ചു കൊടുക്കണം, ഇവിടുന്ന് ഈ സൈഡ് വരെ വലിച്ചു കൊടുക്കണം. അപ്പോൾ അത്രയും ഭാഗം എനിക്ക് ട്രാൻസ്പെറൻസി ആയാൽ മതി. അപ്പോൾ ഇതുമായിട്ട് എന്ത് ചെയ്യുന്നു, ആ ഒരു ബ്ലെൻഡായി നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതിനുവേണ്ടിയാണ് ഈ ഗ്രേഡിയൻ ഫെദർ ടൂൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, അടുത്ത് വരുന്ന ടൂളെന്ന് പറഞ്ഞാൽ നോട്ട് ടൂളാണ്. നോട്ട് ടൂൾ ഉപയോഗിക്കുന്നത് നമുക്ക് വീണ്ടും അത് കളറിൻ്റെയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ റീയൂസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുന്നു, സ്റ്റോർ ചെയ്ത് വെക്കുന്നു. അപ്പോൾ നിങ്ങളൊരു പേപ്പറിനകത്ത് എഴുതി വെക്കുന്നതിന് വരെ ഇതിനകത്ത് നോട്ട് ചെയ്ത് വെക്കുന്നു. അതിനുവേണ്ടി വേണ്ട ഒരു കാര്യം വെച്ചാൽ, ഇപ്പം നോട്ട് ടൂൾ എടുക്കാൻ നേരം ഉള്ളൊരു കാര്യം വെച്ചാൽ ഇവിടെ എല്ലാം വാണിംഗ് സിമ്പിളായിരിക്കും കാണിക്കുന്നത്, ഒരു ക്യാൻസൽ സിമ്പിളാണ് കാണിക്കുന്നത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഫ്രെയിമിനകത്തേ വരയ്ക്കാവൂ. അപ്പോൾ ഞാനൊരു ടെസ്റ്റ് ഫ്രെയിം എടുക്കുന്നു, ടൈപ്പ് ടൂൾ എടുത്ത ശേഷം ഒരു ടെസ്റ്റ് ഫ്രെയിം ഞാൻ എടുത്ത ശേഷം ഞാൻ നോട്ട് ടൂൾ എടുക്കുന്നു. എടുത്ത ശേഷം ഇതിനകത്തോട്ടൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഓൾറെഡി നോട്ട് ടൂൾ വന്നു. ഇത് എവിടെ നിന്നാണ് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിൻഡോയ്ക്കകത്തുനിന്ന് എഡിറ്റോറിയലിനകത്തുനിന്ന് നോട്ട്സ് ആണ്. അങ്ങനെ ഒരു പാനലാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതിനകത്ത് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ, ഇപ്പോൾ CMYK കളറാണെങ്കിൽ അല്ലെങ്കിൽ കണ്ടൻറ് ആണെങ്കിൽ എന്ന് വെച്ചാൽ നിങ്ങൾ കണ്ടൻറ്റ് കൊടുക്കുക. അതല്ല വീണ്ടും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്.
ഇപ്പോൾ എന്ത് ചെയ്യാം, ഇപ്പം ഹൈഡ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, വേണേൽ പുതിയൊരു നോട്ട് ആഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ലെഫ്റ്റും റൈറ്റുമായിട്ട് എന്ത് ചെയ്യും, ഇങ്ങനെ മാറ്റി നോക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ 2 ആഡ് ചെയ്യുന്നു. അപ്പോൾ ലെഫ്റ്റും റൈറ്റും നോക്കി കഴിഞ്ഞാൽ ഇങ്ങനെ കാണാവുന്നതാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് കോപ്പി ചെയ്തിട്ട് ഇവിടെ വേണമെങ്കിൽ പേസ്റ്റ് ചെയ്യാവുന്നതൊക്കെയാണ്. അപ്പോൾ അതിനുവേണ്ടി ഒരു ഫ്രെയിം ആണ് ജസ്റ്റ്, ഇതൊരു ഡമ്മി എന്ന് വേണമെങ്കിൽ പറയാം, ഒരു ഫ്രെയിം മാത്രം. അത് നമുക്ക് ആവശ്യാനുസരണം ഉപയോഗിക്കുക. അടുത്ത ടൂൾ വരുന്നതെന്ന് പറയുന്നത് ഐഡ്രോപ്പർ ടൂളാണ്. ഐഡ്രോപ്പർ ടൂള് കളർ തീം ടൂളാണ് വരുന്നത്. കളർ തീം ടൂൾ എന്ന് പറഞ്ഞാൽ ഈ കളർ തീം ടൂളും ഐഡ്രോപ്പർ ടൂളും തമ്മിൽ നമുക്ക് വ്യത്യാസം നമുക്ക് നോക്കാം. അപ്പോൾ ഇതിനകത്ത് ഞാൻ കുറച്ച് റെക്റ്റാങ്കിൾ ഇങ്ങനെ വരച്ച് വെക്കുകയാണ്. ഒരു കളർ വെക്കുന്നു, ഇപ്പോൾ ഒരു റെഡ് കളറാണ് വെക്കുന്നത് വിചാരിക്കും. സെലക്ട് ആയിട്ട് റെഡ് കളർ വന്നില്ല. ഓക്കെ, ഇവിടെ റെഡ് കളർ കൊടുക്കുന്നു, ഇവിടെ ബ്ലാക്ക്, ഇവിടെ കളറൊന്നുമില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഇതിനകത്തുനിന്ന് ഐഡ്രോപ്പർ എടുക്കുന്നു, ഇതിനെ പിക്ക് ചെയ്യുന്നു, ഇവിടെ ഒഴിച്ച് കൊടുക്കുന്നു. ഓക്കെ അല്ലേ, ഇതിനെ പിക്ക് ചെയ്യുന്നു, ഇവിടെ ഒഴിച്ച് കൊടുക്കുന്നു. എന്നാൽ ഇവിടെ വരുന്നതെന്ന് പറയുന്നത് കളർ തീം ടൂൾ എന്ന് പറയുന്നത് നമ്മൾ റീസെൻ്റ്ലി ഏതാണോ ഇമേജ് ഉപയോഗിക്കുന്നത് ആ ഇമേജിൻ്റെ ഒരു ഡാർക്ക് കളർ തീം അല്ലെ ലൈറ്റ് കളർ തീം എന്നുള്ള രീതിയിലായിരിക്കും വരുന്നത്. എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഒരു ഗ്രീനാണ് ഇവിടെ കിടക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പിക്ക് ചെയ്ത കളർ ഈ കളർ ആയതുകൊണ്ടാണ്, ഈ ഒരു ഗ്രീൻ രീതിയിലുള്ള ഇമേജ് ആയതുകൊണ്ടാണ്. ഇപ്പം ഞാൻ ഈ ഒരു ഇമേജ് എടുക്കുകയാണെന്ന് വിചാരിക്കുക. ഇമേജ് എടുത്തിട്ട് ഞാൻ ഇങ്ങനെ ഇത് കൊടുക്കുന്നു, ഇത് കൊടുത്ത ശേഷം ഞാൻ പിക്ക് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ അതിനനുസരിച്ചുള്ള കളറുകളായിരിക്കും അവിടെ വരുന്നത്. അപ്പോൾ ഇമേജിൻ്റെ അനുസരിച്ചുള്ള കളറുകളായിരിക്കും അവിടെ തീമിനകത്ത് വരുന്നത്. അപ്പോൾ അതിനെ നമുക്ക് എന്ത് ചെയ്യാം, പിക്ക് ചെയ്തിട്ടാണ് ഇങ്ങോട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുന്നു, ഏതാണോ കളർ നമ്മൾ സെലക്ട് ചെയ്യുന്നു ആ സെലക്ട് ചെയ്ത കളർ എന്ത് ചെയ്യുന്നു, ഇവിടെ ആണെങ്കിൽ ഇതാണെങ്കിൽ ഇതെടുത്ത് ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇതിനകത്തുള്ള തീമുകളായിരിക്കും ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതെന്ത് ചെയ്യാം, ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടി, അതായത് മൾട്ടിപ്പിൾ കളേഴ്സ് എന്ത് ചെയ്യാം നമുക്ക് അയച്ചു കൊടുക്കാം. അതുപോലെ തന്നെ ഇതിൽ ലൈറ്റ് ആണോ ഡാർക്ക് ആണോ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് ലൈറ്റ് ഉണ്ട്, ഡാർക്ക് ഉണ്ട്, ഡീപ്പ് ഉണ്ട്, മ്യൂട്ടഡ് ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഏതാണോ നിങ്ങൾക്ക് ആവശ്യമുള്ള അത് സെലക്ട് ചെയ്ത് കൊടുക്കാം. പിക്ക് ചെയ്തിട്ട് അതിനനുസരിച്ച് എന്ത് ചെയ്യാം, മാറ്റി മാറ്റി കൊടുക്കുക. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ടൂളാണ്, നല്ല യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ്. അടുത്ത മെഷർമെൻറ്റ് ടൂളാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, മെഷർ ചെയ്യുക എന്നുള്ളതാണ്, വലിപ്പമോ കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് ഷിഫ്റ്റ് ഒന്ന് ഹോൾഡ് കഴിഞ്ഞാൽ അത് കറക്റ്റ് നീളവും വീതിയൊക്കെ നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ ഇവിടെ എക്സും വൈ അതിൻ്റെ ഇവിടെ നിന്നുള്ള രീതിയാണ്. ഇവിടെ വിഡ്ത്ത് നോക്കിയാൽ മതിയാകും, അല്ലെങ്കിൽ ഇവിടെ ഡയമീറ്റർ D1 എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. അടുത്ത ഹാൻഡ് ടൂൾ, ഇത് പാൻ ചെയ്യുക എന്നുള്ളത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്, പാൻ ചെയ്ത് കൊടുക്കാം. സൂം ടൂൾ, സൂം ചെയ്ത് കൊടുക്കാം. സൂം ഔട്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാം, ഓൾട്ട് ഹോൾഡ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, സൂം ഔട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നമുക്കതല്ല എങ്കിൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ടും ഡ്രാഗ് ചെയ്യാം, റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ടും ഡ്രാഗ് ചെയ്തിട്ടും വേണമെങ്കിൽ സൂം ഔട്ട് ചെയ്യാവുന്നതാണ്. കൺട്രോൾ പ്ലസ് യൂസ് ചെയ്യാം, കൺട്രോൾ മൈനസ് യൂസ് ചെയ്യാം. അങ്ങനെ പല രീതിയിലുള്ള ഓപ്ഷനുകൾ സൂമിനും പറ്റും. ഇത് ഫില്ലും ഇത് സ്ട്രോക്കുമാണ് വരുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് സെലക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് വരുന്ന കളറുകൾ, ഇപ്പോൾ ഇതിനകത്ത് ഫ്രണ്ടിൽ കിടക്കുന്നത് ഇത് ഫില്ലാണ്. അത് ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള കളറുകൾ ഇവിടുന്ന് എന്ത് ചെയ്യുക, ഏതാണോ കളർ മോഡ് അതിനനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം കൊടുക്കാം. ആ കളറിൻ്റെ വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ ആ കളറ് നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ വരുന്നതായിരിക്കും. അങ്ങനെ വാല്യൂ കൊടുത്ത ശേഷം നമ്മൾ എന്ത് പിക്ക് ചെയ്യുന്നു, അതല്ലേ കോഡാണെങ്കിൽ ആ കോഡ് രീതി കൊടുക്കാം. ആ കോഡിൻ്റെ RGB ഉണ്ട്, LAB ഉണ്ട്, ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള കൊടുത്ത ശേഷം നമ്മൾ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആ കളർ വരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇത് ബാക്ക്ഗ്രൗണ്ട് വരുന്ന ഇത് സ്ട്രോക്കാണ്. സ്ട്രോക്ക് ഇതിനകത്ത് വരുന്ന ഓപ്ഷനാണ് ഇവിടെ കാണിക്കുന്നത്. അതായത് കളറാണോ ഗ്രേഡിയൻ്റ് ആണോ നണ്ണാണെങ്കിൽ എന്ത് ചെയ്യുന്നു, കളറൊന്നുമില്ല എന്നുള്ള രീതി. ഇപ്പം ഞാൻ ഗ്രേഡിയൻ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഗ്രേഡിയൻ്റെ ഫംഗ്ഷൻ ആയിരിക്കും വരുന്നത്. അത് റീസെൻ്റ്ലി യൂസ് ചെയ്ത് അതായതുകൊണ്ടാണ് അത് കാണിക്കുന്നത്. അതുപോലെ സ്ട്രോക്കിനാണ് അത് കൊടുക്കേണ്ടതെങ്കിൽ സ്ട്രോക്കിനെ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ അത് മുന്നിൽ വരും. അതിന് ഇതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഏതാണ് അതിന് ഗ്രേഡിയൻ്റ് കൊടുക്കണമെങ്കിൽ ഗ്രേഡിയൻ്റ് കൊടുക്കുക, അത് വേണ്ടെങ്കിൽ ഇവിടെ നണ്ണ് കൊടുക്കുക. അതുപോലെ തന്നെ കളർ കൊടുക്കണമെങ്കിൽ ആ കളർ കൊടുക്കുക, അതിന് വാല്യൂ കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യാം, വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ ആ സ്ട്രോക്ക് വരുന്നതായിരിക്കും, അങ്ങനെ കൊടുക്കാം. അതുപോലെ തന്നെ വിൻഡോയ്ക്കകത്തുനിന്ന് സ്ട്രോക്ക് എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ സ്ട്രോക്കിനെ തന്നെ നമുക്ക് എഡിറ്റ് ചെയ്യാം. അത് ക്യാപ്പ് വേണോ, എൻഡ് ക്യാപ്പ് വേണോ, റൗണ്ടഡ് ക്യാപ്പ് ആണോ, അല്ല ആ സ്ട്രോക്ക് ഏത് രീതിയിലുള്ളതാണ് വേണ്ടത് എന്നൊക്കെയുള്ള രീതി നമുക്ക് എന്ത് ചെയ്യാം. കുറേ കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. കോർണർ വേണോ, സൈഡിലെ കോർണർ വരാന്നേരം ബെവലാണോ, ആ രീതിയിലൊക്കെ ഉള്ള രീതിയിൽ ഇൻസൈഡ് ആണോ ഔട്ട്സൈഡ് ആണോ. ഇപ്പോൾ ഇത് സെൻട്രലായി നിൽക്കുന്നത്, ഇതിപ്പോൾ അകത്തേക്കാണ് വേണ്ടത് അകത്തേക്ക് നമുക്ക് കൊടുക്കാം, പുറത്തേക്കാണ് വേണ്ടത് പുറത്തേക്ക് കൊടുക്കാം. അങ്ങനെയുള്ള പല ഓപ്ഷനുകളും ഇതിനകത്ത് വരുന്നുണ്ട്. കളറുകളൊക്കെ വേണമെങ്കിൽ ഇതിനകത്തുനിന്നും വേണം പിക്ക് ചെയ്യാവുന്നതാണ്. അതാണിത് ബാക്ക്ഗ്രൗണ്ടും അതുപോലെ തന്നെ ഫില്ലും അതുപോലെ തന്നെ സ്ട്രോക്കും വരുന്നത്, ഫ്രണ്ടും ബാക്കുമായിട്ട് കിടക്കുന്നത്. ഇത് വരുന്നത് ടെസ്റ്റ് ഫ്രെയിമിനകത്ത് വരുന്ന ഫോർമാറ്റിംഗ് എഫക്ട്സ് ആണ്. അപ്പോൾ നമ്മളൊരു ടെസ്റ്റാണ് ഇവിടെ സെലക്ഷൻ ചെയ്യുന്നതെങ്കിൽ, ഇപ്പോൾ ഞാനിവിടെ ടെസ്റ്റ് ഇവിടെ ഡ്രാഗ് ചെയ്യുന്നു, ചുമ്മാ ടൈപ്പ് ചെയ്യുന്നു. ടൈപ്പ് ചെയ്യാൻ നേരം ഇവിടെ ആക്റ്റീവായി കിടക്കുന്ന ഇവിടെ T ആണ്. കാര്യം എന്ന് വെച്ചാൽ Tയിലുള്ള ഫംഗ്ഷനാണ് ഇവിടെ കാണിക്കുന്നത് എന്നുള്ളതാണ്.
എനിക്ക് ടീയിലുള്ള ഫംഗ്ഷൻ അല്ല ടെസ്റ്റ് ഫ്രെയിമിലുള്ള ഫംഗ്ഷനാണ് വേണ്ടെങ്കിൽ ഇതൊന്നും ക്ലിക്ക് ചെയ്ത് കൊടുത്ത് എനിക്ക് മാറ്റാൻ പറ്റും. ഈ സെലക്ഷൻ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലായിട്ട് ഇത് മാറുന്നതായിട്ട് കാണാം. അപ്പോൾ നമുക്ക് എന്ത് ഇത് സെലക്ഷൻ ചെയ്യുമ്പോൾ ഇവിടുന്ന് സ്വാപ്പ് ചെയ്ത് കൊടുക്കാനായിട്ട്, അതായത് ഇതല്ല എനിക്ക് ടെസ്റ്റിൻ്റെ ഓപ്ഷനാണ് വേണ്ടതെങ്കിൽ ഇവിടെ വരേണ്ടതെങ്കിൽ നമുക്ക് എന്ത് ഇവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കും. അതിന് പരമായിട്ട് ഞാൻ പറഞ്ഞിരുന്ന വിൻഡോയ്ക്കകത്ത് പ്രോപ്പർട്ടീസ് എടുത്താൽ മതിയാകും. അടുത്ത വരുന്ന ടൂള് ഇത് ഞാൻ പറഞ്ഞിരുന്നു, കളറിന് നണ്ണും അതുപോലെ തന്നെ ഗ്രേഡിയൻറ്റും കൊടുക്കാവുന്ന. അടുത്ത് വരുന്ന ഇവിടെ വരുന്നത് ഇതിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ എനേബിൾ ചെയ്യണമെന്നുള്ള ഗൈഡ് വേണോ, ഇപ്പോൾ ഇവിടെ കിടക്കുന്ന റൂളർ വേണമെങ്കിൽ Ctrl+R കൊടുക്കുന്നതിന് പകരം ഇവിടുന്ന് എടുക്കാം, അല്ലെങ്കിൽ വ്യൂവിനകത്തുനിന്ന് ഇതൊക്കെ എടുക്കാവുന്നതാണ് കേട്ടോ. വ്യൂവിനകത്തുനിന്ന് ഇതെല്ലാം കിടക്കും, എക്സ്ട്രാസിനകത്ത് കിടക്കുന്നുണ്ട് ഇതെല്ലാം, എഡ്ജും കാര്യങ്ങളും എല്ലാം കിടക്കും. അതുപോലെ തന്നെ റൂളേഴ്സ് ഇവിടെ കിടപ്പുണ്ട്, ഗ്രിഡ് ആൻഡ് ഗൈഡ്സിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ കിടപ്പുണ്ട്, സ്നാപ്പ് ചെയ്യണോ കാര്യങ്ങൾ ഇതൊക്കെ നിങ്ങൾ നോക്കുക. ഇതിനകത്തൊക്കെ ഈ എനേബിളായി കിടപ്പുണ്ട്, അല്ലെങ്കിൽ കറക്റ്റായിട്ട് വരില്ല. അപ്പോൾ അത് പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയുള്ള ഓപ്ഷനുകളൊക്കെയാണിത്. പെട്ടെന്ന് എനേബിൾ ചെയ്യാനായിട്ട് ഇത് ടിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ലതാണ്. സ്മാർട്ട് ഗൈഡൊക്കെ ടിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ പിങ്ക് ലൈൻ അല്ലെങ്കിൽ കളറൊക്കെ മാറ്റാൻ നമുക്ക് അങ്ങനെയുള്ള രീതി കാണാം. അതുപോലെ തന്നെ ഇതിനെ ഏത് വ്യൂ മോഡിലാണ് കാണേണ്ടത്. നിങ്ങളിപ്പോൾ ഇത് ചെയ്യാൻ നേരം ഇപ്പോൾ ഈ ഒരു ഫ്രെയിം ആക്ച്വലി നമ്മുടെ പ്രിൻറ്റിനകത്ത് വരത്തില്ല. അതെങ്ങനെ മനസ്സിലാകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രിവ്യൂവിനകത്ത് കൊടുത്താൽ മതിയാകും. ഇവിടുന്ന് വെളിയിലൊന്ന് ക്ലിക്ക് ചെയ്യുക, കണ്ടോ അത് സെലക്ഷനായി കിടന്നുകൊണ്ടാണ്. ഓക്കെ, ഇങ്ങനെ പ്രിവ്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ഇതാണ് ഔട്ട്പുട്ട് വരുന്നത്. ഇത് ഫുൾ സ്ക്രീനിൽ കാണണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പ്രസൻറ്റേഷൻ മോഡിലോട്ടൊന്ന് ക്ലിക്ക് കൊടുത്താൽ മതിയാകും. ഓക്കെ, അപ്പോൾ അതിനൊക്കെ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതാണ് നമ്മുടെ ഔട്ട്പുട്ട് വരുന്നത്. അപ്പോൾ അത് ഫ്രെയിമോ കാര്യങ്ങളോ ഒന്നും ഇല്ല, ഇത് നമ്മുടെ പ്രിൻറ്റിനകത്ത് വരുന്ന കാര്യം. അപ്പോൾ നമുക്ക് ബാക്ക് പോകണമെങ്കിൽ അല്ലെങ്കിൽ നോർമൽ വ്യൂയിലോട്ട് പോകണമെങ്കിൽ Shift+W കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയുമാണ് എല്ലാ ടൂൾസും വരുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക്